ഈ അനുഗ്രഹീതമായ പ്രഭാതത്തിൽ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന കുറിവാക്യം യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗ്ഗസ്ഥനായ തിരുമുഖത്തേക്ക് ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തുകയാണ്. ഒരു കുടുംബ ജീവിതത്തിലൂടെ ലോകമാനവ ജനതയെ കൂട്ടായ്മയുടെ ശീതള ഛായയിലേക്ക് വഴി നടത്തിയ സ്വർഗ്ഗത്തിലെ ദൈവമേ, ഇന്ന് ഞങ്ങൾ വചനം ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ, കുറവുകൾ പരിഹരിക്കപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ വ്യാപരിക്കട്ടെ. വചനം എഴുതിയ അതേ പരിശുദ്ധാത്മാവിനാൽ ഈ വചനം ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ആത്മീയ ഉണർവും ദൈവ അനുഗ്രഹങ്ങളും പകരമാണ്. ഈ പ്രിയജനത്തോടും അടിയനോടും മനസ്സറിയണം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2023 വർഷത്തിന്റെ സമാപന വിശുദ്ധ ദിവസം ദൈവത്തെ ആരാധിക്കുക. ദൈവ സന്നിധിയിലായിരിക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഞാൻ അർപ്പിക്കുകയാണ്. വളരെ സന്തോഷകരമായ ഒരു പശ്ചാത്തലത്തിലാണ് നാം ഇന്ന് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തുമസിന്റെ എല്ലാ സന്തോഷങ്ങളും ദൈവം നമുക്കായി നൽകി. ക്രിസ്തുമസ് ആഘോഷങ്ങൾ സഭയുടെ ജനം ഒരുമിച്ച് പങ്കെടുക്കുന്നതും ആ സന്തോഷത്തിൽ പങ്കാളികളായി തീരുന്ന കാഴ്ചകളൊക്കെ നാം കണ്ടു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ഈ 2023 വർഷത്തിന്റെ സമാപന വിശുദ്ധ ദിവസത്തിൽ നാം ദൈവത്തെ ആരാധിക്കുവാൻ ദൈവസന്നിധിയിലായിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ചിന്തയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന വിഷയം കുടുംബം ദൈവത്തിന്റെ ദാനം എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ദക്ഷിണേന്ത്യ സഭയുടെ സഭാ കലണ്ടർ അനുസരിച്ച് എല്ലാ വർഷത്തിന്റെയും അവസാന ഞായർ കുടുംബ ഞായറായിട്ടാണ് ആചരിക്കപ്പെടുന്നത്. അതിനുള്ള കാരണങ്ങൾ, ഒരു വർഷ കാലഘട്ടം ദൈവം നമ്മുടെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിച്ചു. ഒരു വർഷത്തിന്റെ ആരംഭത്തിൽ പുതിയ പ്രതിഷ്ഠയോടും പുതിയ തീരുമാനത്തോടും കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ഈ ഒരു വർഷ കാലഘട്ടം നാം നമ്മുടെ കുടുംബ ജീവിതത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചപ്പോൾ എന്തെങ്കിലും മൂല്യച്യുതികളോ കുറവുകളോ വന്നു പോയിട്ടുണ്ട് എങ്കിൽ അത് പരിഹരിക്കപ്പെടുവാനും കുടുംബ ജീവിതത്തിന്റെ പവിത്രത മനസ്സിലാക്കി കുടുംബ ജീവിതം ദൈവം ആഗ്രഹിച്ച വിധത്തിൽ മുമ്പോട്ട് നയിക്കാനുള്ള നല്ല ചിന്തകൾ പങ്കുവയ്ക്കുവാനാണ് ഇപ്രകാരമുള്ള കുടുംബ ഞായറുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 2 പുതിയ കുടുംബങ്ങൾ കൂടെ നമ്മുടെ ദൈവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടും കുടുംബം എന്ന ഒരു വിഷയം നാം ചിന്തിക്കുമ്പോൾ നാം എല്ലാവരും അതിൽ പങ്കാളികളാണ്. പ്രിയമുള്ളവരെ, ഈ വിഷയം നാം ചിന്തിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഞാൻ എന്ന വ്യക്തി ഓരോരുത്തരും ചിന്തിക്കേണ്ടത് എൻ്റെ കുടുംബ ജീവിതത്തിന്റെ താളാത്മകമായ ജീവിതത്തിന് എന്തെങ്കിലും താളപ്പിഴകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അവയെ പരിഹരിച്ചുകൊണ്ട് ഒരു പുതുവർഷത്തിൽ കുടുംബ ജീവിതത്തിന്റെ ഊഷ്മളതയോടുകൂടെ ശീതള ഛായയോടുകൂടെ സന്തോഷകരമായ അനുഭവങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കുടുംബം ദൈവത്താൽ സ്ഥാപിതമായ ഒരു വ്യവസ്ഥിതിയാണ്. ഈ വ്യവസ്ഥിതിക്ക് മാനവ ചരിത്രത്തോളം പഴക്കമുണ്ട്. സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ, ഈ മനുഷ്യന്റെ സന്തോഷത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയാണ് ഏദനിൽ ആദിമ കുടുംബത്തെ ദൈവം സ്ഥാപിച്ചത്. ഏദനിലെ ആദ്യ കുടുംബം മുതൽ നമ്മുടെ സഭയെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ആരംഭം കുറിച്ചതായ കുടുംബ ജീവിതങ്ങൾ വരെ ദൈവം ആഗ്രഹിച്ചിരിക്കുന്ന സന്തോഷകരമായ അനുഭവം എന്ന് പറയുന്നത് ഏകാന്തതയുടെ തുരുത്തിൽ നിന്നും കൂട്ടായ്മയുടെ ശീതള ഛായയിലേക്കുള്ള പ്രവേശനമാണ്.
ഉൽപ്പത്തി പുസ്തകം നാം പഠിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഇത് നമ്മുടെ കണ്ടുപിടുത്തമല്ല, സർവശക്തനായ ദൈവത്തിന്റെ ഒരു അഭിപ്രായമാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അപ്പോൾ മനുഷ്യന്റെ ഏകാന്തത അകറ്റി അവന് കൂട്ടായ്മയുടെ ഒരു ശീതളച്ചായ പകരുവാനാണ് ദൈവം കുടുംബം എന്ന വ്യവസ്ഥിതിയെ സ്ഥാപിച്ചത്. എന്നാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ഏകാന്തത അനുഭവിക്കുന്ന കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. എല്ലാവരും ഉണ്ട് എങ്കിലും ആരും ഇല്ല എന്നുള്ള തോന്നൽ. ചിലപ്പോഴെങ്കിലും നമ്മുടെ മനസ്സുകൾ കൊതിച്ചിട്ടുണ്ട് ജീവിത പങ്കാളി ഒന്ന് അടുത്തിരുന്ന് സന്തോഷകരമായ ഒരു സംവാദവും ഊഷ്മളമായ കുടുംബ ജീവിതത്തിന്റെ അനുഭവങ്ങളും ആഗ്രഹിച്ചു പോകുന്ന അനുഭവം. ഇന്നെല്ലാവരും ഉണ്ടെങ്കിലും മനുഷ്യൻ ഏകാന്തതയുടെ തുരുത്തുകളിൽ അഭയം പ്രാപിക്കുന്ന ആധുനിക കാലഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ സാമൂഹികവും ആത്മീയവുമായ തലങ്ങളിൽ കുടുംബത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് വേദപുസ്തകം പഠിക്കുമ്പോഴും ലോക സംഭവങ്ങൾ നാം മനസ്സിലാക്കുമ്പോഴും നമുക്ക് അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഭാരത പശ്ചാത്തലത്തിൽ ഭാരതീയമായ സംസ്കാരം ഉൾക്കൊണ്ട് ജീവിക്കുമ്പോൾ ഇവിടെ കുടുംബ ബന്ധങ്ങളുടെ പവിത്രത വളരെ വലുതാണ്. അതിന്റെ ശുശ്രൂഷകളും ദൗത്യവും വളരെ വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ കുടുംബത്തിന്റെ അനുദിന വളർച്ചയിൽ സ്നേഹവും സന്തോഷവും അപരന്റെ നന്മയ്ക്ക് വേണ്ടി സ്വയം ത്യജിച്ചുകൊണ്ടുള്ള മുൻപോട്ടുള്ള പ്രയാണവും, ഇതാണ് ഓരോ കുടുംബ ജീവിതങ്ങളെയും അർത്ഥവത്താക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ബൈബിൾ ചിന്തകനായിരിക്കുന്ന ബോൺ ഗോഫർ അദ്ദേഹം ഇപ്രകാരം പറയുകയുണ്ടായി, മാനുഷിക ബന്ധങ്ങൾ മാത്രമല്ല സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളും കുടുംബ ബന്ധത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു മാനുഷികമായ ബന്ധങ്ങൾക്കും അപ്പുറം സൃഷ്ടിതാവായ ദൈവത്തോട് ചേർന്ന് സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളും കുടുംബ ബന്ധത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ക്രിസ്തീയ കുടുംബങ്ങൾ ദൈവത്തിന്റെ ദാനമാണ്. പ്രിയമുള്ളവരെ, ചിലപ്പോഴൊക്കെ നാം അവകാശപ്പെടാറുണ്ട്, നാം ഓരോരുത്തരുമായിരിക്കുന്ന കുടുംബ ജീവിതങ്ങൾ നമ്മുടെ സെലക്ഷനാണ്, അല്ലെങ്കിൽ ഞാൻ കണ്ടെത്തിയതാണ്, അതിന്റെ സന്തോഷമെല്ലാം എനിക്കുണ്ട് എന്നൊക്കെ നാം അവകാശപ്പെടുമ്പോഴും ഇവിടെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, കുടുംബം ദൈവത്തിന്റെ ദാനമാണ്. അതെ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടു. മനുഷ്യന് തക്കതായ തുണയെ ദൈവം കണ്ടു. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിയിരിക്കുന്ന തുണ വേദപുസ്തകത്തിന്റെ വചനം പഠിക്കുമ്പോൾ തക്കതായ തുണയായി ദൈവം നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നാം ആഗ്രഹിച്ചിട്ടല്ല, ഇത് ദൈവത്തിന്റെ ദാനമാണ് എന്ന് നാം എല്ലാവരും ഓർക്കണം. എന്നാൽ പലപ്പോഴും നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ നമ്മുടെ മനസ്സുകൾ നമ്മോട് മന്ത്രിക്കുന്നത് എന്താണ്? ഞാനായിരിക്കുന്ന എന്റെ കുടുംബ ജീവിതത്തിൽ എന്റെ ജീവിത പങ്കാളി എനിക്ക് തക്കതായ തുണയാണ് എന്ന് ഹൃദയം കൊണ്ട് അംഗീകരിക്കുവാൻ എത്ര പേർക്ക് കഴിയും? പ്രിയമുള്ളവരെ, എല്ലാവരും നിരാശയുടെ അല്ലെങ്കിൽ കണ്ണുനീരിന്റെ വേദനാജനകമായ ചിത്രങ്ങളാണ് കുടുംബ ജീവിതത്തിലൂടെ ഇന്ന് വരയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇവിടെ നമ്മുടെ മനോഭാവങ്ങൾക്കാണ് മാറ്റം വരേണ്ടതായിട്ടുള്ളത്. ദൈവം പറയുന്നു, മനുഷ്യന് തക്കതായ തുണയായി ദൈവം സ്ത്രീയെ നൽകി കുടുംബ ജീവിതം നൽകിയിരിക്കുന്നു. എന്നാൽ നമ്മുടെ മനസ്സുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഉത്തരങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ നമ്മുടെ മനോഭാവങ്ങളാണ് മാറ്റപ്പെടേണ്ടത്. ദൈവം തക്കതായ തുണയായി നമുക്ക് നൽകിയിരിക്കുന്ന നമ്മുടെ ജീവിത പങ്കാളിയെ എനിക്ക് തക്കതായ തുണയാണ് എന്ന് ഞാൻ എന്റെ മനസ്സുകൊണ്ട് അംഗീകരിക്കുകയും ആ അംഗീകാരത്തോടുകൂടെ എന്റെ ജീവിത പങ്കാളിക്ക് തക്കതായ ഒരു തുണയായി ഞാൻ രൂപാന്തരം പ്രാപിക്കേണ്ടതായ ആവശ്യകതയുണ്ട്. ദൈവ വചനത്തിൽ തെറ്റില്ല, ദൈവകൽപ്പനകളിൽ ഏതൊരു കളങ്കവുമില്ല. ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയത് തക്കതായ തുണ തന്നെയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഇവിടെയോ എന്തൊക്കെ സംഭവിച്ചു? അല്ലെങ്കിൽ നമ്മുടെ മനോഭാവങ്ങൾക്ക് മാറ്റം വന്നു. നാം എല്ലാവരും ഞാനെന്ന ഭാവത്തോടെ ജീവിക്കുന്നവരാണ്. നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത്
എന്റെ ജീവിത പങ്കാളി എനിക്ക് തക്കതായ തുണയായി തീരണം. പക്ഷെ ഇവിടെ ഒരു തിരുത്തലിന്റെ ആവശ്യമുണ്ട്. നാം ഓരോരുത്തരും ഇങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. എന്റെ ജീവിത പങ്കാളി എനിക്ക് തക്കതായ തുണയായി തീരണമെന്ന് നാം ചിന്തിക്കുമ്പോൾ ഞാൻ ആയിരിക്കുന്ന തലത്തിൽ നിന്ന് ഒന്ന് താഴ്ന്നിറങ്ങുവാനുള്ള മനസ്സല്ല, എന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്റെ കുടുംബം പണിയപ്പെടണമെന്നുള്ള ചിന്തയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഇപ്രകാരമാണ്: ഞാൻ എന്റെ ജീവിത പങ്കാളിക്ക് തക്കതായ ഒരു തുണയായി തീർന്നിട്ടുണ്ടോ? എന്റെ ജീവിതം കൊണ്ട്, എന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്, എന്റെ വാക്കുകൾ കൊണ്ട്, എന്റെ ജീവിത ശൈലി കൊണ്ട് ഞാൻ എന്റെ ജീവിത പങ്കാളിക്ക് ഒരു തക്കതായ തുണയായി തീരും എന്ന ഒരു പ്രതിഷ്ഠയാണ് ഈ 2023 വർഷത്തിന്റെ സമാപന വിശുദ്ധ ദിവസം കുടുംബ ജീവിതത്തിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും എടുക്കേണ്ടതായ തീരുമാനം. ഒരു പക്ഷേ കഴിഞ്ഞ വർഷം മുഴുവൻ നാം ചിന്തിച്ചത് പ്രകാരമാണ്: ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ എന്റെ ജീവിതം മുൻപോട്ട് പോകുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്ന സുഖവും സന്തോഷവും എനിക്ക് ലഭിക്കുന്നില്ല, ഇപ്രകാരമുള്ള ഒരു കുടുംബ ജീവിതമല്ല ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ പ്രിയമുള്ളവരെ, നമ്മുടെ തീരുമാനങ്ങൾ അതിൽ പൊളിച്ചെഴുതേണ്ടതായിട്ടുണ്ട്. ഞാൻ എന്റെ കുടുംബത്തിൽ എന്റെ ജീവിത പങ്കാളിക്ക് തക്കതായ ഒരു തുണയായി തീരും എന്ന ഒരു തീരുമാനത്തോടുകൂടെ 2024 വർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബ ജീവിതം ദൈവത്തിന്റെ ദാനമാണ് എന്ന് നമുക്ക് വിശ്വസിക്കുവാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാൻ കഴിയും. ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ഒരുമിച്ച് വസിക്കുവാനും ഒരുമിച്ച് വളരുവാനുമുള്ളതായ അനുഭവമാണ് കുടുംബ ജീവിതത്തിലൂടെ സഞ്ചാരമായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, മറന്നു പോകരുതേ, ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ഒരുമിച്ച് വസിക്കുവാനും ഒരുമിച്ച് വളരുവാനുള്ളതായ അനുഭവമാണ് കുടുംബ ജീവിതത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്. ക്രൈസ്തവ കുടുംബങ്ങൾ എപ്രകാരം ആയിരിക്കണമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. കുടുംബം ദൈവിക ശുശ്രൂഷയുടെ അടിസ്ഥാന ഘടകമായിരിക്കണം. പ്രിയമുള്ളത്, മാനവ ചരിത്രത്തോളം അടക്കമുള്ള കുടുംബം ഇത് ദൈവിക വ്യവസ്ഥയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ കുടുംബ ജീവിതം ഇന്ന് പലവിധ രൂപാന്തരങ്ങൾക്കും പരിഷ്കാരങ്ങൾക്കും ആധുനികവൽക്കരണത്തിനും വിഷയീഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദിയിൽ ഏതെനിൽ ആരംഭിച്ച കുടുംബ ജീവിതം ആധുനിക കാലഘട്ടം കഴിഞ്ഞു, ശാസ്ത്രം വളർന്നു, ഇന്ന് ഡിജിറ്റൽ കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഇവിടെ കുടുംബ ജീവിതങ്ങളിൽ ചില പരിഷ്കാരങ്ങളും ചില മാറ്റങ്ങൾ, ചില രൂപാന്തരങ്ങളൊക്കെ കടന്നു വന്നിരിക്കുന്നു. ഇപ്പോൾ കുടുംബത്തിന്റെ സ്ഥാപകൻ മനുഷ്യനല്ല, നടന്നു പോകരുത്. ഇപ്പോൾ കുടുംബത്തിന്റെ സ്ഥാപകനായിരിക്കുന്ന ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ന് പല കുടുംബങ്ങളും പണിയപ്പെടുവാൻ ആധുനിക കാലഘട്ടം വെമ്പൽ കൊള്ളുകയാണ്. ഇവിടെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യശുദ്ധികൾ എന്തൊക്കെയാണ് പ്രിയമുള്ളവരെ? നാം ചിന്തിക്കണം. കൂട്ടായ്മയുടെ ശീതള ഛായകൾ നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ അന്യം നിന്നിരിക്കുന്നുവോ? ഏകാന്തതകളുടെ തുരുത്തുകളിൽ ജീവിത പങ്കാളികൾ ഇന്ന് അഭയം പ്രാപിക്കുന്നുവോ? എന്റെ ജീവിത പങ്കാളി മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള വേദനകളാണോ? എന്റെ കുടുംബ ജീവിതം ഇപ്രകാരമായി പോയല്ലോ എന്നുള്ള ചിന്തകൾ നാം ചിന്തിക്കുമ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടതായ ഒരു യാഥാർത്ഥ്യമുണ്ട്. കുടുംബത്തിന്റെ സ്ഥാപകനായ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ആധുനിക പരിഷ്കാരങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുടുംബ ജീവിതങ്ങൾ ഇന്ന് തകർച്ചയുടെ വക്കിൽ എത്തി നിൽക്കുകയാണ്. ഇന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ദൈവാധിപത്യത്തിൽ നിന്നും ധനാധിപത്യത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാലഘട്ടങ്ങളിൽ ദൈവത്തെ മുഴുവൻ പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകി ആരാധനയുടെ മഹത്വം ദർശിച്ച് കണ്ണുനീരിന്റെ അനുഭവങ്ങളിലൂടെ ജീവിതം നയിച്ചപ്പോൾ ദൈവം നമ്മുടെ കുടുംബ ജീവിതങ്ങളെ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹങ്ങൾ നാം അനുഭവിച്ചപ്പോൾ ദൈവാധിപത്യത്തിൽ നിന്നും നാം പിൻവലിഞ്ഞു. ഇന്ന് ധനാധിപത്യത്തിലേക്ക് നാം വഴുതി വീണിരിക്കുകയാണ്. ഒരുപക്ഷേ നമ്മുടെ മക്കളെ നാം വളർത്തുന്നതും ധനസമ്പാദനത്തിനുള്ള മാർഗങ്ങളായി ഇന്ന് അധംപതിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഈ ധനാധിപത്യം നമ്മെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് സുഖലോലുപതയുടെയും ആഡംബരത്തിന്റെയും
സ്വാർത്ഥ ചിന്തകൾ വളർത്തുന്ന ജീവിത അനുഭവങ്ങളിലാണ്. ഇതെല്ലാം നമ്മുടെ കുടുംബങ്ങളിലും ഇന്ന് സംഭവിച്ചിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ ദൈവദത്തമായി പകർന്നു കിട്ടിയതായ ക്രൈസ്തവ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു. സ്നേഹവും വാത്സല്യവും സ്വയത്യാഗവും അതിഥി സൽക്കാരവും ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ ഇല്ലാതായി പോയതായ ജീവിത അനുഭവങ്ങളാണ്. അപ്പോൾ ഇന്ന് നാം എത്തി നിൽക്കുന്നതായ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വീണ്ടും ദൈവികാധിപത്യത്തിലേക്കുള്ള ഒരു മടങ്ങിവരവിന്റെ ആവശ്യകതയിലേക്കാണ് ഞാൻ ഇവിടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് കുടുംബങ്ങളെ നയിക്കുന്നത് ഇവന്റ് മാനേജ്മെന്റുകളാണ്. നാം ചിന്തിക്കണം, ഇന്ന് നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ത്യജിക്കുവാൻ, സ്വയത്യാഗം ചെയ്യുവാൻ ഒന്നുമില്ല. നാം നമ്മുടെ കുടുംബ ജീവിതങ്ങൾ എപ്രകാരമായിരിക്കണമെന്ന് ഒരു ഇവന്റ് മാനേജ്മെന്റിനോട് പറഞ്ഞാൽ അവരെല്ലാം അത് ക്രമീകരിച്ചിട്ട് ഇവിടെ യേശുവിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുവോ? നാം എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ യേശുവിന് ഇന്ന് സ്ഥാനമുണ്ടോ? അടുത്ത കാലത്ത് ഒരു പ്രസംഗത്തിലൂടെ ഞാൻ കേട്ടത്, മുൻകാലങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ ഒരു കല്യാണം നടക്കുമ്പോൾ ആദ്യം ക്ഷണിക്കുന്നത് യേശുവിനെയാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനാ ഒരു കല്യാണ ഭവനത്തിൽ യേശുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചിരുന്നു. അവിടെ വീഞ്ഞ് പോരാതെ വന്നപ്പോൾ അവർ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നുപോയി തന്റെ കുറവുകളെ കുറിച്ച് പറഞ്ഞു. ആ കുറവുകളെ യേശു പരിഹരിച്ചു. അത് പഴയ കാലഘട്ടം. എന്നാൽ ഈ കാലഘട്ടത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഒരു കല്യാണത്തിന് തുടക്കം കുറിക്കുമ്പോൾ തന്നെ ആദ്യം ചെന്ന് കാണുന്നത് ഇവന്റ് മാനേജ്മെന്റിനെയാണ്. യേശുവിനൊന്നും സ്ഥാനമില്ല. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കപ്പെടുവാൻ യേശുവിന്റെ ആവശ്യമില്ല. ഇവന്റ് മാനേജ്മെന്റിന്റെ മാനേജർ എടുത്ത് പറഞ്ഞാൽ എന്താണ് കുറവ്, ആ കുറവെല്ലാം പരിഹരിക്കും. എന്നാൽ ആ ഒരു അനുഭവത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വളരുമ്പോൾ ദൈവം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെടുന്നു. കുടുംബത്തിന്റെ നാഥനായ ക്രിസ്തു കുടുംബത്തിൽ ഇല്ലാതെയായി തീർന്നിരിക്കുന്ന അനുഭവങ്ങളാണ്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരു ദൈവിക ആരാധനയുടെ കേന്ദ്രങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ പരിണമിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടു പോയതായ ജീവിത മൂല്യങ്ങളെ തിരികെ കൊണ്ടുവരുവാൻ നമുക്ക് കഴിയുന്നത്. അതുകൊണ്ടാണ് യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ യോശുവ പറയുന്നു, നിങ്ങൾ ആരെ സേവിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളി, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അതേ പ്രിയമുള്ളവരെ, 2023-ാം വർഷത്തിന്റെ സമാപന വിശുദ്ധ ദിവസം ദൈവാലയത്തിലായിരുന്നുകൊണ്ട് ദൈവവചനം ചിന്തിക്കുന്ന, ദൈവവചനം ധ്യാനിക്കുന്ന, കുടുംബ ജീവിതത്തിൽ നടന്നു വന്ന നാൾവഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന ഒരു തീരുമാനത്തോടുകൂടെ നാം ഇന്ന് ഈ ആലയം വിട്ട് നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുടുംബം ദൈവിക ശുശ്രൂഷ ചെയ്യുവാൻ താല്പര്യമുള്ള ഒരു ഇടമായി മാറ്റപ്പെടണം. നമ്മുടെ കുടുംബങ്ങളിൽ യേശുവിന് സ്ഥാനമുണ്ടായിരിക്കണം. നമ്മുടെ കുടുംബങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് ദൈവമാണ് എന്ന് നാം ചിന്തിക്കുമ്പോൾ ആ ദൈവത്തെ ആരാധിക്കുവാനുള്ള ഇടമായി നമ്മുടെ കുടുംബങ്ങൾ മാറണം. അതുകൊണ്ടാണ് യോശുവ പറയുന്നത്, അത് ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇതിന്റെ പശ്ചാത്തലം ഇസ്രായേൽ ജനത്തെ വിളിച്ചു വരുത്തി കഴിഞ്ഞ നാളുകളിൽ യഹോവയാകുന്ന ദൈവം ഇസ്രായേൽ ജനത്തെ നടത്തിയ വിധങ്ങളെ കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തി അവരുടെ മാർഗമധ്യേ വന്ന പ്രതിസന്ധികളെ തരണം ചെയ്ത് ഭക്ഷിക്കുവാൻ ആഹാരം, പ്രതിസന്ധികൾ തരണം ചെയ്യുവാനുള്ളതായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എല്ലാം നൽകി ഇസ്രായേൽ ജനത്തെ പൊക്കിവരുത്തി. യോശുവ പറയുന്നു, അതെ ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ആ ഒരു തീരുമാനത്തോടുകൂടെ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാമോ? പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങൾ ശുശ്രൂഷയുടെ വേദികളായി മാറ്റപ്പെടണം, സാക്ഷ്യമുള്ള അനുഭവങ്ങളായി മാറ്റപ്പെടണം. ഇവിടെ സമൂഹത്തിൽ ക്രൈസ്തവ കുടുംബങ്ങൾ തെളിഞ്ഞു നിൽക്കുന്ന അനുഭവങ്ങളായിരിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ അക്വില
കൊരിന്തിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ അപ്പോസ്തലനായ പൗലോസിന് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ആധുനിക കാലഘട്ടത്തിൽ ആനാകോട് ഇടവകയിലെ കുടുംബങ്ങളായിരിക്കുന്ന നമ്മുടെ ഓരോ കുടുംബങ്ങളും ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന കുടുംബങ്ങളായി മാറ്റപ്പെടുമ്പോൾ ഈ ദേശം സുവിശേഷം കേൾക്കുവാനിടയായിത്തീരും. അവിടെ ദൈവിക സാക്ഷ്യമുള്ള കുടുംബങ്ങളായി നമുക്ക് നിലനിൽക്കുവാനായിട്ട് കഴിയും. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ ആ താഴെയുള്ള ഭാഗം വായിക്കുമ്പോൾ അവിടെ ഒരു കുടുംബത്തെ കുറിച്ച് പറയും. യേശു ആ വഴി കടന്നു പോകുമ്പോഴൊക്കെ സന്ദർശിക്കുന്ന ഒരു ഭാഗം. യേശു ആ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വീകരിക്കുവാൻ അവിടെ ആളുണ്ട്. മാർത്ത ഓടി വന്ന് യേശുവിനെ സ്വീകരിച്ചു. യേശുവിന് ആ ഭവനത്തിൽ ഉയർന്നതായ ഒരു ഇരിപ്പിടം നൽകി. യേശുവിന്റെ കാൽക്കൽ ഇരിക്കുവാൻ അവർക്ക് സമയമുണ്ടായിരുന്നു. തുടർന്ന് പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോഴും അവർ യേശുവിനെ സമീപിച്ചു. മരണകരമായ അനുഭവങ്ങൾ കടന്നു വന്നപ്പോഴും അവിടെ ജീവന്റെ തുടിപ്പ് പകരുവാൻ യേശുവിന് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ കുടുംബങ്ങൾ എപ്രകാരമായിരിക്കുന്നു? നമ്മുടെ കുടുംബങ്ങളിൽ യേശുവിനെ സ്വീകരിക്കുവാൻ ഇന്ന് വൈമുഖ്യമാണോ? നാം അതിന് താല്പര്യം കാണിക്കുന്നവരാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് യേശുവിന്റെ സ്ഥാനം എവിടെയാണ്? നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നാം ആരെയാണ് സമീപിക്കുന്നത്? പ്രശ്നങ്ങളുടെ പരിഹാരം നടത്തുവാനായിട്ട് കഴിയുന്നുണ്ടോ? ഈ വക ചോദ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ മാർത്തയുടെ മറിയയുടെ ഭവനത്തെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. യേശുവിനെ സ്വീകരിച്ചുകൊണ്ട്, യേശുവിന്റെ കാൽക്കൽ ഇരുന്നുകൊണ്ട്, ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് പ്രശ്നങ്ങളെ യേശുവിന്റെ മുമ്പിൽ സമർപ്പിച്ചപ്പോൾ മരണകരമായ അനുഭവങ്ങളിൽ നിന്ന് പോലും ആ കുടുംബത്തിന് വിടുതലുണ്ടായി എന്ന് വചനം പഠിപ്പിക്കുന്നു. 2023 വർഷം പിന്നിട്ട് 24ാമത്തെ വർഷത്തിലേക്ക് നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ യേശുവിനെ സ്വീകരിക്കാമോ? യേശുവിന്റെ കാൽക്കൽ ദിവസവും ഒരു അല്പസമയം ഇരിക്കുവാൻ നമ്മുടെ കുടുംബങ്ങളിൽ സമയം വേർതിരിക്കാമോ? ആ വചനം സ്വാംശീകരിക്കുവാൻ നമ്മുടെ കുടുംബങ്ങൾക്ക് ജീവനും അർത്ഥവും പൊരുളും നൽകുവാൻ നമുക്ക് കഴിയുമോ? പ്രശ്നങ്ങൾ സങ്കീർണമാണ്. മരണകരമായ അനുഭവങ്ങൾ നിത്യസംഭവങ്ങളാണ്. ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ജീവസുദ്ധമായ അനുഭവങ്ങളിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ നയിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ആ ഒരു അനുഭവമാണ് കുടുംബ ജീവിതത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ ചിന്ത, കുടുംബം മാനുഷിക ബന്ധങ്ങളിലെ നന്മ കാത്ത് സൂക്ഷിക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, നാം ഇന്ന് പാഠമായി വായിച്ച ലേഖന ഭാഗത്ത് സ്നേഹത്തെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് സ്നേഹം നിർവ്യാജ സ്നേഹമാണോ അഥവാ ബുദ്ധിപൂർവമായ സ്നേഹമാണോ നാം പ്രകടിപ്പിക്കുന്നത്? യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, സഹോദരനെ സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. പറഞ്ഞു പോകരുത്, സഹോദരനെ സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. പലപ്പോഴും വേദനിപ്പിക്കുന്ന ചില ഓർമ്മപ്പെടുത്തലുകളെ നമ്മുടെ ഹൃദയത്തിനകത്ത് സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ആ വ്യക്തിയെ കാണുമ്പോൾ എങ്ങനെയെങ്കിലും തള്ളിയിടുവാനും എങ്ങനെയെങ്കിലും ഒന്ന് വേദനിപ്പിക്കുവാൻ കഴിഞ്ഞാൽ കൊള്ളായിരുന്നു എന്ന മനോഭാവത്തോടുകൂടെയാണോ നാം ജീവിക്കുന്നത്? പ്രിയമുള്ളവരെ, സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ദൈവവും മനുഷ്യനുമായുള്ള ബന്ധങ്ങളാണ് ഈ ലോകത്ത് നിലനിൽക്കുന്നത്. വേദപുസ്തകം എന്ന് പറയുന്നത് ബന്ധങ്ങളുടെ ഒരു പുസ്തകമാണ്. ഒന്ന് ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം, മറ്റൊന്ന് മനുഷ്യനുമായുള്ള വിവിധ തലങ്ങളിലെ ബന്ധങ്ങളും ഈ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ബന്ധങ്ങളെല്ലാം വിശ്വസ്തതയുടെ വേദികളായിരിക്കണം, സുതാര്യവുമായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബ ജീവിതങ്ങൾ സന്തോഷകരമായ അനുഭവങ്ങളായിരിക്കുകയുള്ളൂ. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, നാം അന്യോന്യം സ്നേഹിക്കണം എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ, അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ നാം ദൈവത്തിൽ വസിക്കുന്നു, അല്ലെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു എന്നുള്ളതാണ്. 4-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം പറയുന്നു, ഞാൻ ദൈവത്തെ
സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകരുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നാം എങ്ങനെയായിരിക്കുന്നു എന്ന് നമ്മുടെ മനസ്സ് നമ്മോട് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. അവനവന്റെ മനസ്സ് പറയുന്നത് കേൾക്കുവാനുള്ള ഒരു മനസ്സാക്ഷിയെങ്കിലും ഈ ആരാധനയിൽ നമുക്കുണ്ടാകണം. പ്രിയമുള്ളവരെ, നിഷ്കളങ്കമായ കുടുംബ ജീവിതങ്ങൾ നമുക്ക് ആവശ്യമായിരിക്കുന്നു. അപ്പോൾ ദൈവിക സാന്നിധ്യത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തെ കുറിച്ചാണ് 128 സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നത്. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നമ്മുടെ ജീവിതങ്ങളെ മുൻപോട്ട് നയിക്കുന്നത് ദൈവഭയമാണ്. ഇന്ന് ദൈവഭക്തിയുണ്ട്, ദൈവഭയമില്ല. ഭക്തി എന്ന് പറയുമ്പോൾ ആദായ സൂത്രമാണ്. എന്നാൽ ഭയം എന്ന് പറയുമ്പോൾ ജീവിതത്തെ ക്രമീകരിക്കുന്ന ഒരു അനുഭവം. ഇന്ന് പലപ്പോഴും ഭക്തിയുടെ വേഷം കൊണ്ട് നടക്കുന്ന ക്രൈസ്തവ സമൂഹത്തെ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ സങ്കീർത്തനം പഠിപ്പിക്കുന്നത് അവൻ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അവൻ ദൈവഭയമുള്ളവനായിരിക്കണം. നമ്മുടെ കുടുംബ ജീവിതങ്ങൾ ദൈവഭയമുള്ള കുടുംബ ജീവിതങ്ങളായിരിക്കണം. അങ്ങനെ യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അവന്റെ ഭാര്യ അവന്റെ വീട്ടിനകത്ത് ഫലപ്രദമായി മുന്തിരിവെട്ടും. അവന്റെ മക്കൾ അവന്റെ മേശയ്ക്ക് ചുറ്റും തഴച്ചു വളരുന്ന ഒരുവിധേയം. അവൻ അനുഗ്രഹിക്കപ്പെടും. അവന്റെ ആയുഷ്കാലം മുഴുവനും അവൻ നന്മയെ കാണും. അവന്റെ മക്കളുടെ മക്കളെയും അവൻ കാണുമെന്ന് ഈ അനുഗ്രഹീത സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവഭയമുള്ള ഒരു ജീവിതം നാം ക്രമീകരിക്കുക പ്രിയമുള്ളവരെ. നമ്മുടെ കുടുംബ ജീവിതം അഥവാ ഭാര്യ മക്കൾ ജീവിതം സുതാര്യമായിരിക്കണം. ഇത് പലപ്പോഴും രഹസ്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പുറമെ അഭിനയിക്കുന്ന കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ പരിണമിച്ചിരിക്കുന്നുവോ? ഭർത്താവ് അറിയാത്ത രഹസ്യങ്ങൾ ഭാര്യ സൂക്ഷിക്കുന്നു, ഭാര്യ അറിയാത്ത രഹസ്യങ്ങൾ ഭർത്താവും സൂക്ഷിക്കുന്നു. ഇതൊരു ക്രൈസ്തവ കുടുംബത്തിന് ഭൂഷണമല്ല. നമ്മുടെ ജീവിതങ്ങൾ സുതാര്യമായിരിക്കണം. ഒരു വ്യക്തി രൂപപ്പെടുന്നത് അവന്റെ കുടുംബത്തിലാണ്. ഒരു വ്യക്തിയുടെ പൂർണ്ണത എന്ന് പറയുന്നത് അവന്റെ കുടുംബ ജീവിതം സാർത്ഥകമാകുമ്പോഴാണ്. ഉൽപ്പത്തി 2:24 അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. ഈ പറ്റിച്ചേരലുകൾ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുവോ? ഈ പറ്റിച്ചേരലുകൾ അഭിനയമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നുവോ? ഇവിടെ പരസ്പരം സുതാര്യമില്ലാത്ത ഒരു ജീവിതം നയിക്കുന്നുവോ? എന്റെ ജീവിതത്തിൽ എന്റെ ഭാര്യ അറിയാൻ പാടില്ലാത്ത ഒരു രഹസ്യവും എന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടുള്ളതല്ല എന്ന് ജീവിത പങ്കാളികൾ ചിന്തിക്കണം. അവിടെ നമ്മുടെ ജീവിതം സുതാര്യമായ ഒരു അനുഭവമായിരിക്കും. അതുപോലെ തന്നെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധവും സുതാര്യമായിരിക്കണം. കപടതകൾ ഇല്ലാതെ സുതാര്യമായ സ്നേഹം പങ്കുവയ്ക്കുന്ന തലമായിരിക്കണം നമ്മുടെ കുടുംബങ്ങൾ എന്ന് പറയുന്നത്. ഇന്ന് മാതാപിതാക്കൾ മക്കൾ ബന്ധങ്ങൾ എപ്രകാരമായിരിക്കുന്നത് എന്ന് ചിന്തിക്കണം. പ്രിയമുള്ളവരുടെ കുറവുകൾ എവിടെയാണ് എന്ന് നമുക്ക് അത് ചിന്തിക്കേണ്ടതായ കാര്യമില്ല. ആ കുറവുകളെ പരിഹരിക്കുവാനുള്ള മനസ്സാണ് നമുക്ക് ഇതിന്റെ ആവശ്യം. എന്റെ മക്കൾ ഞാനുമായി ഒരു ആത്മീയ ബന്ധത്തിൽ നിലനിൽക്കണം. അതിന്റെ കുടുംബ ജീവിതത്തിന്റെ അനുഗ്രഹമാണ്. അങ്ങനെ മക്കൾ മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം സുതാര്യമായിരിക്കണം. മൂന്നാമത് സഹോദര ബന്ധങ്ങളിൽ സുതാര്യമായിരിക്കണം എന്നുള്ളതാണ്. ഇന്ന് സാഹോദര്യ ബന്ധങ്ങളിൽ മനസ്സ് തുറന്നു വെച്ച് സംസാരിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ മനസ്സുകളെ മറച്ചു പിടിച്ച് ആത്മാർത്ഥതയില്ലാത്ത അതരതിൽപ്പനങ്ങളായി സാഹോദര്യ ബന്ധങ്ങൾ ഇന്ന് സംഭവിച്ചിരിക്കുന്ന അനുഭവങ്ങളാണ്. കുടുംബ ബന്ധങ്ങളിൽ സുതാര്യതയില്ല. പരസ്പര സ്നേഹവും അംഗീകാരവും വിശ്വസ്തതയും ഇല്ലാതിരിക്കുന്ന സാഹചര്യങ്ങൾ. പ്രിയമുള്ളവരെ, ഇവിടെയാണ് കുടുംബം ദൈവത്തിന്റെ ദാനം എന്ന വിഷയത്തെ കുറിച്ച് നാം ചിന്തിക്കുന്നത്. ദൈവഹിതം നമ്മുടെ കുടുംബങ്ങളിൽ നിറയപ്പെടുവാൻ നമ്മുടെ കുടുംബങ്ങളെല്ലാം ആരാധനയുടെ വേദികളായി മാറ്റപ്പെടണം. നാം സുതാര്യമായ ഒരു ജീവിതം നയിച്ചു 2024 വർഷം നമ്മുടെ കുടുംബ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ സമൃദ്ധിയുടെ സമ്പൽ സമൃദ്ധിയുടെ അനുഭവമായിരിക്കാൻ, കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബ ജീവിതങ്ങളായിരിക്കാൻ, കൂട്ടായ്മയുടെ ശീതളച്ചായ അനുഭവിക്കുവാൻ, ഏകാന്തതയുടെ തുരുത്തുകളിൽ നിന്നുമായി
കൂട്ടായ്മയുടെ ശീതള ഛായയിലേക്ക് കടന്നു വരിക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും